ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലും വനസംരക്ഷണ ചരിത്രത്തിലും ഭീതിയുടെയും നിഗൂഢതകളുടെയും ഒരു യുഗം സൃഷ്ടിച്ച വ്യക്തിയാണ് കൂസ് മുനുസ്വാമി വീരപ്പൻ എന്ന വീരപ്പൻ. കർണാടക, തമിഴ്നാട്, കേരളം എന്നീ 3 സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ പങ്കിടുന്ന സത്യമംഗലം കാടുകളിലും പശ്ചിമഘട്ട മലനിരകളിലും 3 പതിറ്റാണ്ടിലധികം കാലം വീരപ്പൻ തൻ്റെ സമാന്തര സാമ്രാജ്യം ഭരിച്ചു. ആനവേട്ടക്കാരൻ, ചന്ദനക്കള്ളൻ, കൊള്ളക്കാരൻ, കൊലയാളി എന്നിങ്ങനെ നിയമവ്യവസ്ഥ അവനെ വിശേഷിപ്പിച്ചപ്പോൾ ഒരു വിഭാഗം ആദിവാസികൾക്കും ഗ്രാമീണർക്കും അവനൊരു റോബിൻഹുഡായിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ദശാബ്ദങ്ങളോളം മുനയിൽ നിർത്തിയ ഒരു നാമമാണ് വീരപ്പൻ. ഏതാണ്ട് 150-ലധികം ആളുകളുടെ കൊലപാതകം, 10,000-കണക്കിന് കിലോഗ്രാം ചന്ദനത്തടികളുടെ കടത്ത്, 200-ലധികം ആനകളെ കൊന്നൊടുക്കി കൊമ്പുകൾ മോഷ്ടിക്കൽ തുടങ്ങി ഇന്ത്യൻ വനമേഖല കണ്ട ഏറ്റവും വലിയ കുറ്റവാളിയായിരുന്നു അദ്ദേഹം. കനത്ത മീശയും കയ്യിലൊരു തോക്കും സൈനിക വേഷവുമായി കാടുകളിൽ മറഞ്ഞിരുന്ന വീരപ്പനെ പിടികൂടാൻ തമിഴ്നാട്, കർണാടക സർക്കാരുകൾക്ക് കോടിക്കണക്കിന് രൂപയും 100 കണക്കിന് മനുഷ്യവിഭവശേഷിയും ചിലവഴിക്കേണ്ടി വന്നു. 1952 ജനുവരി 18 കർണാടകയിലെ ഗോപിനാഥം എന്ന ഗ്രാമത്തിലാണ് വീരപ്പൻ ജനിച്ചത്. തമിഴ് സംസാരിക്കുന്ന പടയാച്ചി സമുദായത്തിലായിരുന്നു ജനനം. ദരിദ്രമായ ചുറ്റുപാടുകളിലാണ് വീരപ്പൻ വളർന്നത്. സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കാതിരുന്ന അവൻ ചെറുപ്പകാലം മുതലേ കാടിനെ അടുത്തറിയാൻ തുടങ്ങി. മലനിരകളും വനപാതകളും അവന് സ്വന്തം വീടുപോലെ പരിചിതമായിരുന്നു. 18-ാം വയസ്സിലാണ് വീരപ്പൻ കാട്ടിലെ കൊള്ള സംഘങ്ങളുമായി അടുക്കുന്നത്. അക്കാലത്ത് പ്രശസ്തനായിരുന്ന സെവി ഗൗണ്ടർ എന്ന ആനവേട്ടക്കാരൻ്റെ കീഴിലാണ് വീരപ്പൻ കുറ്റകൃത്യങ്ങളുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. തോക്ക് ഉപയോഗിക്കുന്നതിലുള്ള അസാധാരണമായ കഴിവും കാടിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവും വളരെ പെട്ടെന്ന് തന്നെ അവനെ ആ സംഘത്തിൻ്റെ പ്രധാനിയാക്കി മാറ്റി. തുടക്കത്തിൽ ആനകളെ വെടിവെച്ചു കൊന്ന് കൊമ്പുകൾ വിൽക്കുന്നതിലായിരുന്നു വീരപ്പൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അക്കാലത്ത് പശ്ചിമഘട്ട വനങ്ങളിൽ ആനകളുടെ എണ്ണം കുറയാൻ പ്രധാന കാരണം വീരപ്പൻ്റെ വേട്ടയാടലായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 2000 കിലോഗ്രാമിലധികം ആനക്കൊമ്പുകൾ അവർ വിറ്റഴിച്ചതായി പറയപ്പെടുന്നു. 80കളുടെ മധ്യത്തോടെ ആനവേട്ടയേക്കാൾ ലാഭകരം ചന്ദനക്കടത്താണെന്ന് വീരപ്പൻ മനസ്സിലാക്കി. സത്യമംഗലം, മലയ മഹാദേശ്വരപേട്ട തുടങ്ങിയ കാടുകളിലെ വിലപിടിപ്പുള്ള ചന്ദന മരങ്ങൾ അവൻ മുറിച്ചു കടത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും കൈക്കൂലി നൽകിയും ഭീഷണിപ്പെടുത്തിയും അവൻ തൻ്റെ ബിസിനസ് സാമ്രാജ്യം വിപുലീകരിച്ചു. എതിർത്ത് നിന്ന ഉദ്യോഗസ്ഥരെ ക്രൂരമായി വധിക്കാനും അയാൾ മടിച്ചില്ല. വീരപ്പൻ വെറും ഒരു കൊള്ളക്കാരൻ മാത്രമായിരുന്നില്ല. കാട്ടിനുള്ളിൽ സ്വന്തമായി ഒരു നിയമവ്യവസ്ഥ നടപ്പിലാക്കിയ സമാന്തര ഭരണാധികാരി കൂടിയായിരുന്നു. വനാതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് അയാൾ വലിയ തോതിൽ സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നു. പാവപ്പെട്ടവരുടെ വിവാഹം നടത്തിക്കൊടുക്കുക, പണം നൽകി സഹായിക്കുക തുടങ്ങിയ പ്രവൃത്തികളിലൂടെ ഗ്രാമീണരുടെ വിശ്വാസ്യത അയാൾ പിടിച്ചെടുത്തു. ഇതുമൂലം പോലീസ് കാട്ടിലേക്ക് വരുമ്പോൾ ഗ്രാമീണർ വീരപ്പന് കൃത്യമായ വിവരങ്ങൾ കൈമാറി. എന്നാൽ തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ചാരന്മാരോട് അയാൾ അങ്ങേയറ്റം ക്രൂരത കാണിച്ചു. പോലീസിന് വിവരം നൽകുന്നുവെന്ന് സംശയം തോന്നുന്നവരുടെ തലയറുക്കുകയോ വെടിവെച്ചു കൊല്ലുകയോ ചെയ്യുന്നത് വീരപ്പൻ്റെ പതിവായിരുന്നു. വീരപ്പൻ്റെ ആക്രമണങ്ങൾ അതിരുകടന്നപ്പോൾ കർണാടക, തമിഴ്നാട് സർക്കാരുകൾ വനം വകുപ്പിനെയും പോലീസിനെയും ഉപയോഗിച്ച് ശക്തമായ നടപടികൾ ആരംഭിച്ചു. എന്നാൽ ഇതൊരു വലിയ യുദ്ധത്തിലേക്കാണ് വഴിമാറിയത്. വീരപ്പനെ അനുനയ ചർച്ചകളിലൂടെ പിടികൂടാൻ ശ്രമിച്ച കർണാടകയിലെ മുതിർന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു പി. ശ്രീനിവാസ്. വീരപ്പന്റെ ഗ്രാമത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ പോലീസിനൊപ്പം നിർത്താൻ അദ്ദേഹം ശ്രമിച്ചു. എന്നാൽ 1991 നവംബറിൽ ചർച്ചയ്ക്കെന്ന വ്യാജേന വിളിച്ചു വരുത്തി ശ്രീനിവാസനെ വീരപ്പൻ ക്രൂരമായി കൊലപ്പെടുത്തുകയും തലയറുക്കുകയും ചെയ്തു. വീരപ്പൻ ചരിത്രത്തിൽ നടത്തിയ ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു പാലാർ ബോംബ് സ്ഫോടനം. തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥനായ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ലക്ഷ്യമിട്ട് പാലാർ എന്ന സ്ഥലത്ത് വീരപ്പൻ ലാൻഡ് മൈനുകൾ സ്ഥാപിച്ചു. സ്ഫോടനത്തിൽ 22 പോലീസുകാരും വനം വകുപ്പ് ജീവനക്കാരും തൽക്ഷണം കൊല്ലപ്പെട്ടു. ഗോപാലകൃഷ്ണന് ഗുരുതരമായി പരിക്കേറ്റു. ഈ സംഭവത്തോടെ വീരപ്പൻ സർക്കാരുകളുടെ ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിക്കപ്പെട്ടു. 2000 ജൂലൈ 30 ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ച ആ സംഭവം നടക്കുന്നത്. കന്നഡ സിനിമാ ലോകത്തെ അനിഷേധ്യ നേതാവും ജനപ്രിയ നടനുമായിരുന്ന ഡോക്ടർ രാജ്കുമാറിനെ തമിഴ്നാട്ടിലെ ഗാജനൂരിലുള്ള അദ്ദേഹത്തിൻ്റെ തോട്ടം ഭവനത്തിൽ നിന്ന് വീരപ്പനും സംഘവും തട്ടിക്കൊണ്ടുപോയി.
ഈ സംഭവം കർണാടകത്തിലും തമിഴ്നാട്ടിലും വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമായി. കന്നഡ ജനത തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. വീരപ്പൻ തന്റെ ആവശ്യങ്ങൾ സർക്കാരിനു മുന്നിൽ വെച്ചു. തമിഴ് തടവുകാരെ മോചിപ്പിക്കുക, കാവേരി നദീജല തർക്കത്തിൽ അനുകൂല നിലപാടെടുക്കുക തുടങ്ങിയ രാഷ്ട്രീയ ആവശ്യങ്ങളാണ് അയാൾ മുന്നോട്ട് വെച്ചത്. നക്കീരൻ പത്രത്തിന്റെ എഡിറ്റർ ഗോപാൽ ഉൾപ്പെടെയുള്ളവർ കാട്ടിലേക്ക് പോയി മധ്യസ്ഥ ചർച്ചകൾ നടത്തി. ഒടുവിൽ 108 ദിവസത്തെ തടവിന് ശേഷം വൻ തുക മോചനദ്രവ്യമായി വാങ്ങി രാജ്കുമാറിനെ വീരപ്പൻ മോചിപ്പിച്ചു. ഈ സംഭവം വീരപ്പന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി കണക്കാക്കപ്പെടുന്നു. രാജ്കുമാർ സംഭവത്തിന് ശേഷം 2002 ഓഗസ്റ്റിൽ കർണാടക മുൻ മന്ത്രി എച്ച് നാഗപ്പയെ വീരപ്പൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. കർണാടക സർക്കാർ വീണ്ടും പ്രതിസന്ധിയിലായി. എന്നാൽ 3 മാസങ്ങൾക്ക് ശേഷം നാഗപ്പയുടെ മൃതദേഹമാണ് കാട്ടിൽ നിന്ന് കണ്ടെത്തിയത്. ഇത് വീരപ്പനെതിരെയുള്ള പൊതുജന വികാരം വീണ്ടും ശക്തമാക്കി. വീരപ്പനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ തമിഴ്നാടും കർണാടകയും ചേർന്ന് ഒരു പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. വർഷങ്ങളോളം കാട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും അവർക്ക് കാര്യമായ വിജയം നേടാനായില്ല. തുടർന്ന് തമിഴ്നാട് ടാസ്ക് ഫോഴ്സിന്റെ തലവനായി കെ വിജയകുമാർ എന്ന IPS ഉദ്യോഗസ്ഥൻ നിയമിതനായി. അദ്ദേഹം തന്ത്രങ്ങൾ മാറ്റിപ്പടച്ചു. കാട്ടിൽ കയറി വീരപ്പനെ തിരയുന്നതിനു പകരം അയാളെ കാട്ടിന് പുറത്തേക്ക് ആകർഷിക്കുക എന്ന തന്ത്രമാണ് വിജയകുമാറും സംഘവും സ്വീകരിച്ചത്. ഇതിനായി രൂപീകരിച്ച അതീവ രഹസ്യ പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ കൊക്കൂൺ. അക്കാലത്ത് വീരപ്പന് കണ്ണിന് ഗുരുതരമായ രോഗം ബാധിച്ചിരുന്നു. കൂടാതെ അയാളുടെ സംഘാംഗങ്ങളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഈ അവസരം പോലീസ് കൃത്യമായി വിനിയോഗിച്ചു. പോലീസിന്റെ ചാരന്മാർ വേഷം മാറി വീരപ്പന്റെ അടുക്കൽ എത്തുകയും കണ്ണിന്റെ ചികിത്സയ്ക്കായി നഗരത്തിലേക്ക് വരാൻ അയാളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. 2004 ഒക്ടോബർ 18 രാത്രി ഒരു ആംബുലൻസിലാണ് വീരപ്പനും സംഘവും കാടിന് പുറത്തേക്ക് വന്നത്. ആംബുലൻസിന്റെ ഡ്രൈവർ വേഷം മാറിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ധർമ്മപുരി ജില്ലയിലെ പാപ്പാരപ്പെട്ടി എന്ന ഗ്രാമത്തിൽ വെച്ച് പോലീസ് ആംബുലൻസ് വളഞ്ഞു. കീഴടങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും വീരപ്പന്റെ ഭാഗത്തു നിന്ന് പ്രതികരണമുണ്ടായില്ലെന്ന് പറയപ്പെടുന്നു. തുടർന്നുണ്ടായ കനത്ത വെടിവയ്പിൽ വീരപ്പനും അയാളുടെ പ്രധാന കൂട്ടാളികളായ സേത്തുക്കുളി ഗോവിന്ദൻ, ചന്ദ്രഗൌഡ, ഇളവരശൻ എന്നിവരും കൊല്ലപ്പെട്ടു. 36 വർഷം നീണ്ടുനിന്ന ഭീതിയുടെ ഒരു അധ്യായത്തിന് അവിടെ അന്ത്യം കുറിച്ചു. വീരപ്പന്റെ മരണം ദക്ഷിണേന്ത്യൻ വനമേഖലയ്ക്ക് പുതിയൊരു ശാന്തത സമ്മാനിച്ചു. അയാളുടെ മരണത്തോടെ വൻതോതിലുള്ള ചന്ദനക്കടത്തും ആനവേട്ടയും അവസാനിച്ചു. വീരപ്പൻ ഒരു സാധാരണ കുറ്റവാളി മാത്രമായിരുന്നില്ല. കാടിനെക്കുറിച്ചുള്ള അറിവ്, മികച്ച ആസൂത്രണ മികവ്, ഒളിപ്പോരിലുള്ള പ്രാവീണ്യം എന്നിവ അയാളെ ഒരു വലിയ വെല്ലുവിളിയാക്കി മാറ്റി. എന്നാൽ അയാളുടെ വഴി അക്രമത്തിൻ്റെതായിരുന്നു. നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ആർക്കും ദീർഘകാലം നിലനിൽക്കാനാകില്ല എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് വീരപ്പൻ്റെ ജീവിതവും അന്ത്യവും. ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയതും ദീർഘമേറിയതുമായ തിരച്ചിലുകളിലൊന്നായി വീരപ്പൻ വേട്ട ഇന്നും ഓർമ്മിക്കപ്പെടുന്നു.